ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന സ്പീച്ചിന്റെ അല്ലെ ആ ചാപ്റ്ററിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് കേട്ടോ. നോക്കാം, വളരെ കുറച്ച് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമേ ഉള്ളൂ. നോക്കാം. ഹൗ ഡസ് അഡിച്ചിയ ബിഗിൻസ് ഹെർ സ്പീച്ച് അല്ലെ, നമ്മുടെ ചിമ്മമാണ്ട അഡിച്ചിയയുടെ സ്പീച്ചിന്റെ തുടക്കം. വാട്ട് ഈസ് സ്ട്രൈക്കിംഗ് അബൌട്ട് അല്ലെ, അതെങ്ങനെയാണ് നമ്മുടെ സ്ട്രൈക്ക് ചെയ്യുന്നത്, എന്താണ് അവരുടെ സ്പീച്ചിന്റെ തുടക്കത്തിൽ പറയുന്നത് നോക്കാം. Adichia introduces herself as a storyteller at the beginning of the speech അല്ലെ. നമ്മുടെ അഡിച്ചിയ അല്ലെങ്കിൽ ഇത് അഡിക്കിയ എന്ന് വായിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അഡിച്ചിയ ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ് ആസ് എ സ്റ്റോറി ടെല്ലർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഹർ സ്പീച്ച് അല്ലെ. അവരുടെ സ്പീച്ചിന്റെ തുടക്കത്തിൽ തന്നെ അവരെന്താണ് പറയുന്നത്? ഐ ആം എ സ്റ്റോറി ടെല്ലർ എന്നാണ് അല്ലെ. കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമല്ലാത്ത? അതാണ് അതിന്റെ സ്ട്രൈക്കിംഗ്. എന്താണ്, നമ്മള് ഒരു ചെറിയ മക്കള് മുതല് വലിയ കുട്ടികൾ മുതല് എത്ര പ്രായമുള്ള ആളുകളായാലും ത്രില്ലിങ് കഥകൾ കേൾക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം അല്ലെ. കഥ കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലേ? അത് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ്. ഞാനൊരു കഥ പറയുന്ന ആളാണെന്നാ പറഞ്ഞത്. ഞാനൊരു കഥ പറയാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സ്ട്രൈക്കിംഗ് ആണത് അല്ലെ. കഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണ് അല്ലെ. അപ്പൊ അതാണ് തുടക്കത്തിൽ ഉള്ള ഒരു സ്ട്രൈക്കിംഗ് എന്ന് പറയുന്നത്. ഐ എം എ സ്റ്റോറി ടെല്ലർ എന്നുള്ളതാണ് കേട്ടോ. Then second question, how does Adichia describe the characters in her early writings അല്ലെ. അവരുടെ തുടക്കത്തില്, അവർ പണ്ട് തുടക്കകാലത്തിൽ എഴുതിയപ്പോൾ അവരുടെ ക്യാരക്ടേഴ്സ്, അവർ എഴുതുന്ന ബുക്കിലെ കഥാപാത്രങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു നോക്കാം. In her early writings, all the characters were white and blue-eyed. അല്ലെ, അവരുടെ തുടക്കത്തിലെ ക്യാരക്ടർ എല്ലാവരും വൈറ്റ് കളറുള്ളവരും ഫോറിനേഴ്സ് ആയിട്ടുള്ള വൈറ്റ് കളറുള്ളവരും ബ്ലൂ കണ്ണുകളുള്ളവരുമായിരുന്നു. They played in the snow. അവർ മഞ്ഞ് കൊണ്ട് കളിക്കും. They ate apples. അവർ ആപ്പിൾ കഴിക്കും. And they talked a lot about the weather, how lovely it was that the sun had came out. അല്ലെ, പുറത്ത് ആ സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ എത്ര മനോഹരമായിട്ടാണ് പൊട്ടിപ്പുറപ്പെട്ട് വരുന്നത്, എന്തൊരു മനോഹരമായ കാഴ്ചയാണത് എന്നൊക്കെ പറഞ്ഞ് അവര് കാലാവസ്ഥയെ കുറിച്ച് ഒരുപാട് സംസാരിക്കും. ഇതായിരുന്നു അവരുടെ തുടക്കകാലത്തിലുള്ള റൈറ്റിംഗ്സിൽ വന്നിരുന്നത്. അതിന്റെ റീസൺ എന്തായിരുന്നു? അവർ വായിച്ചിരുന്ന ബുക്കുകളെല്ലാവരും ബ്രിട്ടീഷ് അമേരിക്കൻ ബുക്കുകളായിരുന്നു. അതിലെ ക്യാരക്ടേഴ്സും അതിലെ അവസ്ഥകളും അതിലെ സാഹചര്യങ്ങളുമായിരുന്നു അവരുടെ തുടക്കകാലത്തിലെ എഴുത്തിലുണ്ടായിരുന്നത്. ക്ലിയർ? Then third question, how did Adichia feel when she read books authored by Achabe and Laye അല്ലെ. അച്ചാബെ ലായ അല്ലെ, അച്ചാബെ ലായയുടെ ബുക്ക് വായിച്ചപ്പോൾ അഡിച്ചിയാക്ക് എന്താണ് ഫീൽ ചെയ്തത്? നമ്മുടെ അഡിച്ചിയാക്ക് എന്ത് ഫീൽ ആണ് ചെയ്തതെന്ന് നോക്കാം. Then she realized that the people like her, girls with the skin color of chocolate and whose the kinky hair could not from the ponytails, could also exist in literature. എന്താണ് അവർക്ക് മനസ്സിലായത്? ഞങ്ങളെ പോലെയുള്ള ആളുകൾക്കും, എങ്ങനെയുള്ള ഞങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾ, നല്ല ചോക്ലേറ്റിന്റെ സ്കിൻ കളറുള്ള, നല്ല ചുരുണ്ട മുടി കാരണം നല്ല പോണി ടൈലുള്ള ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഞങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾക്കും ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് ഈ ബുക്കുകളൊക്കെ വായിച്ചപ്പോഴാണ്. ക്ലിയർ? How did American and British books help her in writing? അല്ലെ, why do you think the Westerns often talk about the weather whenever they meet? അല്ലെ, രണ്ട് ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, how did the American and British books help her in writing? അല്ലെ, അമേരിക്കൻ ബുക്കുകൾ അവൾ വായിച്ചത് കൊണ്ട് അവളുടെ എഴുത്തിനെ അത് എങ്ങനെയാണ് സഹായിച്ചത് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ ആദ്യം നോക്കാം. എന്താണ്? അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് stirred her imagination and open up a new world for her. അല്ലെ, അവളുടെ ആ ഭാവനയെ ഇളക്കി വിടുകയും അവളുടെ ഭാവനയ്ക്ക് ഒരു ചലനശേഷി കൊടുത്തു അല്ലെ. അവളുടെ ഭാവനയെ ഇളക്കി മറിച്ച് കൊണ്ടുവന്നതും അതുപോലെ അവളുടെ മുമ്പിൽ ഒരു പുതിയ ലോകം തുറന്നു കൊടുത്തതും ഏതാണ് മക്കളെ? ഈ വായിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ബുക്കുകളാണ് കേട്ടോ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, why do you think the Westerns often talk about weather? ഈ വെസ്റ്റേണിലെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ പലപ്പോഴും എന്തിനാണ് അവരിങ്ങനെ കാലാവസ്ഥനെ കുറിച്ച് സംസാരിക്കുന്നത്? എന്തിനാണ് ഈ വൈറ്റ് ഫോറിനേഴ്സ് ഒക്കെ ഈ കാലാവസ്ഥനെ കുറിച്ച് വെറുതെ ഇരിക്കുമ്പോൾ സംസാരിക്കുന്നത് അല്ലെ? നമ്മളെല്ലാവരും വെറുതെ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നിച്ച് കൂടുമ്പോഴൊക്കെ നമ്മൾ കാലാവസ്ഥനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ?
ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മള് വേറെ പലതും സംസാരിക്കും അല്ലെ. അപ്പോ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നത്? വെനെവർ ദേ മീറ്റ്, അവർ കാണുമ്പോഴൊക്കെ അവരെന്തിനാണ് ഇങ്ങനെ വെതറിനെ കുറിച്ചൊക്കെ വെറുതെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബിക്കോസ് ദേ വിഷ് ടു ഫൈൻഡ് എ ടോപ്പിക് കോമൺ ടു ഓൾ. കാരണം അവര് എല്ലാവർക്കും അറിയുന്ന ഒരു സബ്ജക്റ്റ് സംസാരിക്കാനാണ് അവർക്ക് ഇഷ്ടം അല്ലെ. നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴേ ചില ആളുകളൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം അവർക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയല്ലേ? ഒരുമിച്ച് കൂടുമ്പോ നിങ്ങൾ പറഞ്ഞു എനിക്ക് ബന്ധമില്ലാത്ത മേഖലയാണ്, അപ്പൊ എനിക്ക് ബന്ധമില്ലാത്ത മേഖലയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഉണ്ടായിരിക്കുന്നു അല്ലെ. ചില ആളുകൾ ചിലപ്പോൾ വലിയ ബിസിനസിനെ കുറിച്ചോ, ചില ആളുകൾ വലിയ ആർട്സിനെ കുറിച്ചോ, ചില ആളുകൾ വലിയ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പറയുമ്പോൾ ചില ആളുകൾ വേറെ ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് സംസാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും. കാരണം എന്താ? നമുക്കതിൽ സംസാരിക്കാനൊന്നും കിട്ടില്ല. കാരണം നമുക്ക് അതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക് എടുത്തിട്ടാണ് അവർ സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ അവരെന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? ദേ വിഷ് ടു ഫൈൻഡ് എ ടോപ്പിക് കോമൺ ടു ഓൾ. എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്ന, കോമൺ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് അവരെടുക്കുന്നത്. ദ വെദർ ഓഫ് കോഴ്സ് ഇസ് എ റിലേറ്റീവ്ലി ന്യൂട്രൽ സേഫ് സബ്ജക്ട് റിലേറ്റ്സ് ടു എ മോർ സീരിയസ് ടോപ്പിക് അല്ലെ. അതെന്താണ്? ഒരു ന്യൂട്രൽ ആയിട്ടുള്ള, ഒരു സേഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ലെറ്റ്സ് ടു മോർ സീരിയസ് ടോപ്പിക്സ് അല്ലെ. അത് എന്ത് ചെയ്യും? പിന്നെ അതൊരു സീരിയസ് ടോപ്പിക്സിലൊക്കെ കിടക്കാം. അപ്പൊ എന്താണ്? കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കുമ്പോഴുള്ള മെച്ചെന്താ? അതെല്ലാവർക്കും സംസാരിക്കാൻ കഴിയും അല്ലേ. അതിന് ഏത് ജോലി ചെയ്യുന്ന ഒരാൾക്കും കാലാവസ്ഥയെ കുറിച്ച് സംസാരിച്ചൂടെ? പറയാൻ കഴിയും. അപ്പൊ അവര് കുറച്ച് ബുദ്ധിപരമായിട്ട് രീതിക്കാണല്ലേ മക്കളെ സംസാരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ എല്ലാരും കൂടുന്നിടത്ത് ഒരു അഞ്ചാക്ക് അറിയുന്ന കാര്യം സംസാരിക്കാട്ടിൽ എത്രയോ ബെറ്റർ ആണ് എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്ന കാര്യം സംസാരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവര് വെദറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ യൂഷ്വലി കിട്ടും എല്ലാരും മീറ്റ് ചെയ്യുമ്പോഴൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. Why was Adichia startled when she visited Fida's village? അല്ലെ, അവള് ഫിഡയുടെ വില്ലേജിൽ പോയപ്പോ എന്തുകൊണ്ടാണ് അവൾ സ്റ്റാർട്ടിൽഡ് ആയത്? അവൾ ഇങ്ങനെ നെട്ടിത്തരിച്ച് സ്തംഭിച്ചു നിന്നത് എന്തുകൊണ്ടാണ്? ഫിഡയുടെ ഗ്രാമത്തിലോട്ട് പോയപ്പോൾ Adichia's mother told her that Fida was extremely poor. His family members couldn't do anything. അവളുടെ അമ്മ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഫിഡയുടെ ഫാമിലി എന്ന് പറഞ്ഞാല് എക്സ്ട്രീംലി അങ്ങേയറ്റം പാവപ്പെട്ട ഫാമിലിയാണ്. ആൻഡ് ഹിസ് ഫാമിലി മെമ്പേഴ്സ് couldn't do anything. അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെ. ഒരു പറ്റ കഴിവില്ലാത്തൊരു ഫാമിലിയാണ് എന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബട്ട് വെൻ അഡിച്ചിയ വിസിറ്റഡ് ഹിസ് ഫാമിലി, പക്ഷെ അഡിച്ചിയ അവരുടെ ഫാമിലി വിസിറ്റ് ചെയ്തപ്പോൾ ഷീ സോ എ ബ്യൂട്ടിഫുള്ളി പാറ്റേൺഡ് ബാസ്കറ്റ് ഓഫ് ഡൈഡ് റാഫിയ ദാറ്റ് ഹിസ് ബ്രദർ ഹാസ് മെയ്ഡ്. അല്ലെ, അവരുടെ ബ്രദർ റാഫിയ നിർമ്മിച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാസ്കറ്റ് അവർക്ക് കാണിച്ചു കൊടുത്തു. Their poverty was her single story of them. അവരുടെ പോവർട്ടി എന്ന് പറയുന്നത് അപ്പൊ എന്തായിരുന്നു? ഒരു സിംഗിൾ സ്റ്റോറി മാത്രമായിരുന്നു. അല്ലാതെ അവർക്ക് കഴിവുകളുണ്ട്, അവർക്ക് പല മേഖലയിലും കഴിവുകളുണ്ട്. ഇവർക്കൊരു പക്ഷെ അത് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള നിർമ്മിതികൾ നിർമ്മിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ളത് ഈ ഒരു അഡിച്ചിയാക്ക് അറിയില്ലായിരുന്നു. കാരണം അഡിച്ചിയാക്ക് അറിയാവുന്നത് എന്തായിരുന്നു മക്കളെ? ഒറ്റ സിംഗിൾ സ്റ്റോറി ആയിരുന്നു, പോവർട്ടി, ദാരിദ്ര്യം എന്ന് അല്ലെ, പാവപ്പെട്ട ഫാമിലി എന്ന് മാത്രമേ അറിയായിരുന്നുള്ളൂ. അവരുടെ മറ്റേ സൈഡ് അല്ലെ, അത്രയും മനോഹരമായിട്ടുള്ള നിർമ്മിതികൾ നിർമ്മിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് നമ്മുടെ റൈറ്റർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് അവരിങ്ങനെ സ്റ്റക്കായി തരിച്ചു നിന്നത് കേട്ടോ. വൈ വാസ് അഡിച്ചിയ റൂംമേറ്റ് ഷോക്ക്ഡ്? എന്തുകൊണ്ടാണ് അഡിച്ചിയുടെ റൂംമേറ്റ് ഷോക്കായത് അല്ലെ? എന്തുകൊണ്ടാണ്? വെൻ അഡിച്ചിയ സ്പോക്ക് ടു ഹെർ അമേരിക്കൻ റൂംമേറ്റ് ഇൻ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. അഡിച്ചിയ എങ്ങനെയാ സംസാരിച്ചത്? ആ റൂംമേറ്റിനോട് നല്ല അടിപൊളിയായിട്ട്, നല്ല അടിപൊളി റിച്ച് സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷിൽ അങ്ങ് സംസാരിച്ചു. ഷി വാസ് ഷോക്ക്ഡ്. അതുകൊണ്ട് അവർക്ക് നെട്ടി തരിച്ചു പോയി. Okay, she never thought Nigeria happened to have English as its official language. അവരൊരിക്കലും കരുതിയില്ല നൈജീരിയയിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണെന്ന്. അവർ വിചാരിച്ച വല്ല ആദിവാസി ഭാഷയോ വല്ല പറയാൻ കിട്ടാത്ത വല്ല ഭാഷയൊക്കെ ആയിരിക്കും അവർ സംസാരിക്കാന്നാണ്. പക്ഷെ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. അതുപോലെ അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളതും ആ റൂംമേറ്റിന് അറിയില്ലായിരുന്നു. അത് രണ്ടും കണ്ടിട്ടാണ്, അത് രണ്ടും അറിഞ്ഞപ്പോഴാണ് നമ്മളെ റൂംമേറ്റ് നെറ്റിത്തരിച്ചു പോയത് കേട്ടോ. Then 7th question, Adichia talks about the no possibilities in this single story. Why does she mean by this? അല്ലേ, അഡിച്ചിയ പറയാണ് ഒരു സാധ്യതകളും സിംഗിൾ സ്റ്റോറിയിൽ ഇല്ല.
ഒറ്റപ്പെട്ട കഥകളിൽ ഒരു സാധ്യതകളില്ല, ഒരു പോസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. എന്താണത് എന്നാണ് ചോദ്യം. According to the viewpoint of the American roommate, there was no possibility of the Africans being similar to her in a way. എന്താണ് അവരുടെ ക്ലാസ്മേറ്റിന്റെ അഭിപ്രായത്തിൽ, റൂംമേറ്റിന്റെ അഭിപ്രായത്തിൽ ഒരു സാധ്യതയുമില്ല ആഫ്രിക്കക്കാർ ആ ഒരു വേയിലൂടെ അവളെ പോലെ ആവാൻ, അല്ലെ, സിമിലർ ഇൻ എനി വേ, അല്ലെ, അവളെ പോലെ ആവാനുള്ള ഒരു സാധ്യതയും ആഫ്രിക്കക്കാർക്കില്ല, ഒരു പോസിബിലിറ്റിയും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഇൻ ഹെർ കൺസെപ്റ്റ് ഓൾ ആഫ്രിക്കൻസ് ആർ സിമിലർ ഇൻ ദെയർ അപ്പിയറൻസ് ആൻഡ് പോവർട്ടി, അല്ലെ, അവരുടെ അഭിപ്രായത്തില് എല്ലാ ആഫ്രിക്കക്കാർക്കും ഒരേ ഛായയായിരുന്നു എന്തിന്റെ അപ്പിയറൻസ് ആൻഡ് പോവർട്ടി, അല്ലെ, ഒരേ അപ്പിയറൻസും ഒരേ പോവർട്ടിയും, അല്ലെ, ഒരേ ഒരു അപ്പിയറൻസും അതേപോലെ ദാരിദ്ര്യവും മാത്രമായിരുന്നു ആഫ്രിക്കക്കാർക്ക് ഉണ്ടായിരുന്നത്, അല്ലെ. ഇൻ യുവർ ഒപ്പീനിയൻ വാട്ട് ഫാക്ടേഴ്സ് കോസ് ഹ്യൂമൻ ഇൻഇക്വാലിറ്റി? ഇങ്ങനെ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന സമത്വമില്ലായ്മ, അല്ലെ, എല്ലാവർക്കും ഇടയിലൊരു ഈക്വാലിറ്റി ഇല്ല, വലിയവര് ചെറിയവര്, ആ കളറുള്ളവര് ഈ കളറുള്ള, ആ ജാതി ഈ ജാതി, അല്ലെ, റിച്ച് ആയിട്ടുള്ള ആളുകള് പാവപ്പെട്ട ആളുകള്, റിച്ച് ആയിട്ടുള്ള സംസ്കാരമുള്ള ആളുകള് ലോ സംസ്കാരമുള്ള ആളുകള്, റിച്ച് ജോബ് ഉള്ളവര് ലോ ജോബ് ഉള്ളവര്, അല്ലെ, ഇങ്ങനെ പല രീതിക്കും ഇനീക്വാലിറ്റീസ് ഉണ്ടല്ലോ മക്കളെ, സമത്വമില്ലായ്മയുണ്ട്. അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ എന്നാണ് നോക്കാം. എന്തിലൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് ഇങ്ങനെ ഇനീക്വാലിറ്റീസ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇൻകം, സാലറിയുടെ കാര്യത്തിൽ നല്ല മാറ്റമുണ്ട്, അല്ലെ, എല്ലാവരും ഒരേ സാലറി ആണോ വാങ്ങുന്നത്? ആണോ? അല്ല, അല്ലെ, നല്ല മാറ്റമുണ്ട്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും നല്ല സമത്വമില്ലായ്മയുണ്ട്, അല്ലെ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതുമുണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അതിനുള്ള റീസൺ തന്നെയാണ്. കാസ്റ്റ്, ജാതിയും അതിനുള്ള ഒരു കാരണമാണ്. വലിയ ജാതിക്കാർക്ക് വേറൊരു ഇതും ചെറിയ ജാതിക്ക അങ്ങനെയൊക്കെയാണ്. ദെൻ കളറും സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ. കളറൊക്കെ ഏതൊരു കാലത്ത് ഈ കളറിനൊക്കെ ഇപ്പോഴും ഉണ്ട് മനുഷ്യർക്കിടയിൽ ഒരു വേർതിരിവ്. ക്ലാസ് സ്റ്റാറ്റസിലെ അതേപോലെ തന്നെയാണ് ക്ലാസ്സിലെ ജാതിയുടെ പേരിലൊക്കെ ഉള്ള സമൂഹത്തിലുള്ള മാറ്റങ്ങൾ, അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്തുണ്ട്, ഒരു ഇനീക്വാലിറ്റീസ് ഉണ്ട്, അല്ലെ മക്കളെ. ദെൻ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബ്ലം ഇസ് എ സിംഗിൾ സ്റ്റോറി അക്കോർഡിംഗ് ടു അഡിച്ചിയ, അല്ലെ. എന്താണ് മക്കളെ ഈ ഒരു സിംഗിൾ സ്റ്റോറിയുടെ പ്രശ്നം? സിംഗിൾ സ്റ്റോറിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഒറ്റപ്പെട്ട കഥകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ്? എ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ് സ്റ്റീരിയോടൈപ്സ്, ദാറ്റ് ഈസ് എ പ്രോബ്ലം, അല്ലെ. ഈ ഒരു വേർഡ് നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന്റെ മെയിൻ തീം എഴുതാനോ ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് എന്ത് എഴുതാൻ നിങ്ങൾക്ക് എക്സാമിന് വന്നാലും, ഏത് രീതിയിലുള്ള ആക്ടിവിറ്റി എഴുതാൻ വന്നാലും നിങ്ങൾക്ക് ആ മെയിൻ കണ്ടന്റ് അറിയില്ല എന്നുള്ളത് അത് വായിക്കുന്ന ആളുകൾ മനസ്സിലാക്കും. അപ്പൊ എന്താണ് നിങ്ങൾക്ക് മെയിൻ കണ്ടന്റ് എഴുതാൻ കിട്ടേണ്ടത്? എ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ് സ്റ്റീരിയോടൈപ്പ്. സിംഗിൾ സ്റ്റോറി എന്ത് ക്രിയേറ്റ് ചെയ്യും? സ്റ്റീരിയോടൈപ്സ് ആയിരിക്കും. ഒരേപോലെയുള്ള ഇമേജ് തരിക, ഒരേപോലെയുള്ള ഒരു ഐഡിയ തരിക, ഒരേപോലെയുള്ള ഒരു പിക്ചർ ആയിരിക്കും ഈ ഒരു സിംഗിൾ സ്റ്റോറിയിലൂടെ നമുക്ക് കിട്ടുക. ഓക്കെ, ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? സ്റ്റീരിയോടൈപ്പ് ആവുന്നതിന്റെ പ്രശ്നം എന്താണ്? അത് പൂർണ്ണമല്ലാതെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദ ഓൺലി വൺ സ്റ്റോറി, അല്ലെ. ഇതൊരു വലിയൊരു ഡയലോഗാണ് മക്കളെ. ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് അല്ലെ സ്പീച്ച് പറയുമ്പോഴോ എന്ത് പറയുമ്പോഴോ അല്ലെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളോ ഡിസ്കഷൻ പറയേ എന്ത് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഡയലോഗ് എഴുതാം. ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദ ഓൺലി സ്റ്റോറി, അല്ലെ. ഒറ്റപ്പെട്ട കഥകൾ വെറും ഒരു കഥകൾ മാത്രമായി മാറുന്നു എന്നുള്ളതാണ്, അല്ലെ. മറ്റു പല വേർഷനും ഉണ്ടാവും, അതിനെ കുറിച്ചൊന്നും നമ്മൾ അറിയില്ല. ഓക്കെ, അപ്പൊ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ് സ്റ്റീരിയോടൈപ്സ് ആയിരിക്കും, അല്ലെ. അതാണ് വലിയൊരു പ്രശ്നം. ഓക്കെ, സോ ഇത്രയുമാണ് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. ചാപ്റ്റർ നന്നായിട്ട് കാണാം കേട്ടോ, നന്നായിട്ട് ആ ക്ലാസ് നന്നായിട്ട് എല്ലാവരും ഒരു 2 തവണയെങ്കിലും ആ ക്ലാസ് റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. സോ ഇതിന്റെ ആക്ടിവിറ്റീസുമായിട്ട്, ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.